ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 53ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നിർവഹണത്തിൽ വേഗതയും ഗുണനിലവാരവും പുലർത്തണമെന്ന് മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ മേൽനോട്ടത്തിന് പ്രാധാന്യം നൽകണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റെയിൽവേ, റോഡ്, ഊർജ്ജ മേഖലകളിലെ 30,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 9 സംസ്ഥാനങ്ങളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബീജിംഗിൽ 25ാമത് പ്രതിനിധിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ തുറന്ന ചർച്ച നടത്താനും പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും ചർച്ചയിൽ പങ്കെടുത്തു. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തി വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം വിലയിരുത്തി. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുന്നതിന് ജപ്പാനീസ് കമ്പനികളുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ജപ്പാനീസ് വ്യവസായ മന്ത്രി അകസാവ റയോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $200 ബില്യൺ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയെ പ്രധാന ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementarity between Japan and India makes it a very strategic opportunity, and I do hope that working together we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story. എല്ലാ മേഖലകളിലും മുന്നേറുന്നതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ സ്ട്രാറ്റജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ടൊറന്റോയിലെത്തി. ആദ്യ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കും. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മല സീതാരാമനെ സ്വീകരിച്ചു. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ധനമന്ത്രി USA പോകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട് പാർലമെന്ററി സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. കോൺഗ്രസ് അംഗം മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതി 6ാം തവണ യോഗം ചേർന്നാണ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കരട് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. രക്ഷാബന്ധൻ പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൗജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. വാർത്തകൾക്ക് ആധാരമായ വീഡിയോ തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ജാതി മത ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്. മലയാള മാസമായ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. പഞ്ഞകർക്കിടകം മാറി നാടൊട്ടുക്കും സമൃദ്ധി നിറയുന്ന വിളവെടുപ്പ് കാലം. അസുര രാജാവായിരുന്ന മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്ന ഐതിഹ്യവുമുണ്ട്. മഹാബലിയുടെ ഭരണകാലത്തെ സമത്വ സുന്ദരമായ അന്തരീക്ഷമാണ് മാവേലി നാടുവാണിയിടും കാലമെന്ന ഓണപ്പാട്ടിൽ പ്രകീർത്തിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും കൊണ്ടു തീർക്കുന്ന അത്തപ്പൂക്കളങ്ങൾ, വിഭവ സമൃദ്ധമായ ഓണസദ്യ, പുത്തൻ ഓണക്കോടികൾ എന്നിവയാണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പുലികളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടന്റെ വരവ് തുടങ്ങിയ പരമ്പരാഗത കലാപരിപാടികൾ നാടെങ്ങും അരങ്ങേറുകയാണ്. മലയാളികൾ ഉള്ളയിടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുകടവിലെത്തി. വഞ്ചിപ്പാട്ട് പാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കായി സൂര്യ ബൻഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബാൽ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് പടരുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ സമീപ വർഷങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അനുബന്ധ പരിചരണം എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളിലും ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻസിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.